അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഈ സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെ കൂടേണ്ട ആവശ്യമില്ല. അത് നേരെ നമ്മളെ സമസ്ത ഇൻഫോ എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് സമസ്ത ഓൺലൈൻ എന്നുള്ള സൈറ്റിൻ്റെ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മദർസൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പബ്ലിക് എക്സാം റിസൾട്ട് എന്ന് ഇവിടെ കാണാം. പബ്ലിക് എക്സാം റിസൾട്ട് എന്ന് ഇതാ ഇവിടെ അങ്ങനെ കാണാം. അതിലൊന്ന് പോവുക. അതിലൊന്ന് പോയിട്ട് അതിൻ്റെ വർഷം ഒന്ന് സെലക്ട് ചെയ്യുക. 2020, 2019, 2018, 2018 ഇങ്ങനെയുള്ള ഏത് വർഷം. അപ്പോൾ 2022 എടുക്കുക. ഏത് ക്ലാസ്സിലെ കുട്ടിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അറിയേണ്ടത് വെച്ചാൽ 5 ആണെങ്കിൽ 5 എന്ന് എടുക്കുക. സബ്മിറ്റ് എന്ന് കൊടുക്കുക. സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ. ഈ കാണുന്നത് ഇങ്ങനെ ഈ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറാണ്. ഇവിടുന്ന് ഇങ്ങനെ ഈ കാണുന്നതൊക്കെ എന്താണ് കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ ഒരു ക്ലാസ്സിലത്തെ കാണാൻ ആരപ്പാടാ പരീക്ഷ എഴുതിക്കുന്നത് ചോദിക്കുക. ആ കുട്ടീൻ്റെ ഏകദേശം സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ വർഷം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറിൻ്റെ കൂടെ അതിൻ്റെ വർഷം കൂടിയും, അല്ലെങ്കിൽ തന്നെ ആ സർട്ടിഫിക്കറ്റിൽ തന്നെ അതിൻ്റെ വർഷം ഏതാ വർഷം എന്നുണ്ടാവും. ഇനി അല്ലെങ്കിൽ തന്നെ ആ കുട്ടിക്ക് അറിയാം ഏത് വർഷത്തിലാണെന്നുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ ആ വർഷം നോക്കിക്കാണ്ട് ഓരോ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് നമ്പറും ഇതവിടെ അങ്ങനെ കാണാം. ഈ സർട്ടിഫിക്കറ്റ് നമ്പറിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി എന്ന് കാണും. കോപ്പി. എന്നിട്ട് അത് എവിടേക്കാണോ ആവശ്യമില്ല വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പേസ്റ്റ് ചെയ്താൽ ആ കുട്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസും അവിടെ കയറി വരും, എല്ലാ ഡീറ്റെയിൽസും. പിന്നെ ആ കുട്ടീൻ്റെ ഫോട്ടോ മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ, നമ്മൾ മാറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യം വരുള്ളൂ. ഫോട്ടോ മാറ്റി കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ രജിസ്റ്റർ ചെയ്തതിൻ്റെ ശേഷം സേവ് അടിക്കണം. ഓരോ കുട്ടികളുടെയും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് എക്സാം നിലയിൽ പോയിട്ട് രജിസ്റ്റർ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുക. രജിസ്റ്റർ സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ അവിടെ രജിസ്റ്റർ, എല്ലാ കുട്ടികളും 5ാം ക്ലാസ്സിൽ നിലവിലിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ ആദ്യമേ ചേർത്ത കുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസും അതിൽ വരും. അങ്ങനെ അതിൽ വന്ന് ഇവിടെ നെറ്റ് സ്ലോ ആണ്. അപ്പോൾ ആ ഫുള്ള് കുട്ടികളെ പേരും അതിൽ വരും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഉസ്താദിനെയാണ് ആഡ് ചെയ്യേണ്ടത്, പിന്നെയാണ് കുട്ടികളെ ചെയ്യേണ്ടത്. ഇനി അതിൽ ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ പേരിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ നേരെ എല്ലാ കുട്ടികളെയും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ സേവ് എന്ന് കൊടുക്കണം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫുള്ള് ഡീറ്റെയിൽസ് ആ കുട്ടികളെ കാണും. ഇത് നെറ്റ് സ്ലോ ആയതുകൊണ്ട് ഓപ്പൺ ആണില്ല. അതിൻ്റെ ഏറ്റവും വലതുഭാഗത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഏറ്റവും വലതുഭാഗത്ത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ കാണാം. ഒന്ന് അപ്ലോഡ് ഇമേജ് എന്നും കാണാം, ഒന്ന് ഡിലീറ്റ് എന്നും കാണാം. അപ്പോൾ ആ കുട്ടീൻ്റെ പേരിൽ തെറ്റാണെങ്കിൽ 5ാം ക്ലാസ്സിൻ്റെ കുട്ടിയാണ് ഇതേമാതിരി വരും. ഇത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ക്ലാസ് സെലക്ട് ചെയ്യുക. 5ാം ക്ലാസ് സെലക്ട് ചെയ്തു, വ്യൂ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിലുള്ള കുട്ടികളെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ വന്ന് ഇത് സബ്മിറ്റ് കൊടുത്തേക്കണേ. അതുകൊണ്ടാണ് ടൈം അപ്പ് എന്ന് കാണിക്കുന്നത്. ടൈം ആയിട്ടില്ല എന്നുള്ളതാണ്. അത് ഇനി 30 അപ്രൂവ് ചെയ്യാണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക. അത് ടൈം ആയിട്ടില്ല, അത് 30 അപ്രൂവ് ചെയ്യാണ്ട്. എല്ലാം അപ്രൂവ് ചെയ്തതിൻ്റെ ശേഷം പബ്ലിക് എക്സാമിൽ പോവുക. ഫീ പേയ്മെൻറ്റ് എന്നുള്ളിടത്ത് പോവുക. ഫീ പേയ്മെൻറ്റ് പേയ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത 5, 7, 10, 12 ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് അവിടെ അങ്ങനെ കാണിക്കും. അതിൻ്റെ ഏറ്റവും അടിയിൽ പോയാൽ സബ്മിറ്റ് എന്നുള്ള ഒരു പച്ച കളറിൽ സബ്മിറ്റ് എന്ന് കാണാം. ആ സബ്മിറ്റ് അടിച്ചു കൊടുക്കുക. സബ്മിറ്റ് അടിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അതിൽ ഒരു എഡിറ്റും നിങ്ങൾക്ക് അനുവദിക്കില്ല, ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. സബ്മിറ്റ് അടിക്കുന്നതിൻ്റെ മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരെ കുട്ടീൻ്റെ വലത് ഭാഗത്ത് പോയി കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാനേജ് സ്റ്റുഡൻറ്റ് എന്നതിൽ പോയിട്ട് മദ്രസൻ്റെ സൈറ്റിൽ ആദ്യം പൊതുപരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണതല്ല, മാനേജ് സ്റ്റുഡൻറ്റിൽ പോവുക. മാനേജ് സ്റ്റുഡൻറ്റിൽ പോയിട്ട് നമുക്ക് ക്ലാസ് ഇവിടെ സെലക്ട് ചെയ്യുക. 5ാം ക്ലാസ് സെലക്ട് ചെയ്ത് ഡിവിഷൻ സെലക്ട് ചെയ്യുക. ആൾ ഡിവിഷൻ സെലക്ട് ചെയ്ത് എന്നിട്ട് വ്യൂ ഒന്ന് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും കുട്ടികളുടെ പേര് തെറ്റുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും കുട്ടീൻ്റെ പേര് അതിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കുട്ടീൻ്റെ
UID നമ്പർ ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിൽ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ പേരുകൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും.